ശരിക്കും നമ്മുടെ മാരുതി സുസുക്കി ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇന്ന്, അതായത് സെപ്റ്റംബർ 3 അവരുടെ ഏറ്റവും പുതിയ മിഡ് സൈസ് SUV ആയിട്ടുള്ള മാരുതി സുസുക്കി വിക്ടോറിയസിനെ ലോഞ്ച് ചെയ്തേക്കുവാണ്. ഒരു ടിപ്പിക്കൽ ജാപ്പനീസ് കാറുകളിൽ നിന്നും വളരെയധികം മാറി ചിന്തിച്ചുകൊണ്ട് വളരെയധികം ഫീച്ചറിസ്റ്റിക് ആയിട്ട് ഒരു ചൈനീസ് കൊറിയൻ കാറുകളുടെ അത്ര തന്നെ ഫീച്ചേഴ്സോട് കൂടിയിട്ടാണ് ഇത് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിന് ശരിക്കും മാരുതി സുസുക്കിയെ ഒന്ന് അപ്രിഷിയേറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. മാരുതി സുസുക്കി കാറുകളെ നെഗറ്റീവ് ആയിട്ട് പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും പരിഹരിച്ചുകൊണ്ടാണ് അവർ ഈ കാറിനെ പുറത്തിറക്കിയിട്ടുള്ളത്. കാരണം ഒന്നാമതായിട്ട് അത്യാവശ്യം നല്ല അഡ്വാൻസ് ലെവൽ ഫീച്ചേഴ്സ് വരുന്നുണ്ട്, അഡാസ് വരുന്നുണ്ട് ലെവൽ 2, അതുപോലെ തന്നെ വെന്റിലേറ്റഡ് സീറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് സേഫ്റ്റി. ഇത് 5 സ്റ്റാർ റേറ്റിംഗോട് കൂടിയിട്ടാണ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഭാരത് എൻകാപ്പിലുള്ള റിസൾട്ട് ഇന്ന് തന്നെ അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ശരിക്കും ഇതിന്റെ ഇന്റീരിയർ ഒക്കെ കാണാൻ വളരെ പ്രീമിയം ലുക്ക് തന്നെയുണ്ട്. ഇനിയിപ്പോൾ ഇതിന്റെ എഞ്ചിൻ ഓപ്ഷനിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രാൻഡ് വിറ്റാരയിൽ കണ്ടിട്ടുള്ള സെയിം 1.5 ലിറ്റർ പെട്രോൾ ഓപ്ഷൻ ആണ്. അതിൽ തന്നെ മൈൽഡ് ഹൈബ്രിഡ് ഓപ്ഷൻ വരുന്നുണ്ട്, അതുപോലെ തന്നെ സ്ട്രോങ് ഹൈബ്രിഡ് ഓപ്ഷൻ ഉണ്ട്. എന്തായാലും ഒരു 25 ഒക്കെ ആവറേജ് ഫ്യൂൽ എഫിഷ്യൻസി എക്സ്പെക്ട് ചെയ്യാൻ പറ്റും സ്ട്രോങ് ഹൈബ്രിഡിന്. അതുപോലെ തന്നെ CNG ഓപ്ഷനും വരുന്നുണ്ട്. CNGയിലാണ് പ്രധാനമായിട്ടും മാറ്റം വന്നിട്ടുള്ളത്. അതായത് നമുക്ക് ബൂട്ട് സ്പേസ് നിങ്ങൾക്ക് ഇതിന് നഷ്ടമാവില്ല. കാരണം എന്താ വെച്ചാൽ ബൂട്ടിന്റെ അടിയിലാണ് ഇതിന്റെ സിലിണ്ടർ വരുന്നത്. അതുകൊണ്ട് തന്നെ ബൂട്ട് സ്പേസ് നഷ്ടമാവാതെ നമുക്ക് ഇതിനെ യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പം CNG എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല സെല്ലിംഗ് ആവാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല ഇതിന് ഓൾ വീൽ ഡ്രൈവ് സെറ്റപ്പ് കൂടി ഉണ്ടെന്നാണ് മാരുതി സുസുക്കി പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ അവർ പറഞ്ഞിരുന്ന അല്ലെങ്കിൽ നമ്മുടെ മാരുതി സുസുക്കി പറഞ്ഞിരുന്ന എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചുകൊണ്ട് തന്നെയാണ് ഈ വാഹനത്തെ അവർ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത്. വണ്ടിയെ പറ്റിയിട്ട് എന്താ നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തോളൂ.